എന്നാൽ ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയും. എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇതാണ്. വിശുദ്ധ വേദപുസ്തകം അത് ദൈവത്തിൻ്റെ അടിയുറച്ച വചനമാണ്. എൻ്റെ ജീവിത അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ മറ്റൊരാളുടെ അനുഭവത്തിലല്ല. ഞാൻ കടന്നുപോയ അതിവേദനാജനകമായ ഒരുപാട് സമയങ്ങളിൽ ഞാനൊരു സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടൂർ ചാലോട് ആശ്രമത്തിൽ ഞാൻ വന്ന കാലം മുതൽ കൊച്ചു കൊച്ചു പെയിൻറ്റിങ് ജോലികളൊക്കെ നടത്തുന്നത് സാൽവേഷൻ ആർമിയിൽപ്പെട്ട സജി എന്ന ഒരു ആളാണ്. നല്ലൊരു ചെറുപ്പക്കാരനാണ് സജി. നല്ല ദൈവഭക്തിയുള്ള ആളാണ്. എന്നോട് വലിയ സ്നേഹം അവിടെ വന്നതിന് ശേഷമുള്ള അപ്പോൾ അത്ര വർഷങ്ങളായി. സജിക്ക് ഒരു കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ കൊച്ചു പഠിക്കുന്നു. അവരങ്ങ് പാരീസ് കോളനി എന്ന് പറയത്തില്ലേ, നമ്മുടെ ആ ഭാഗത്താണ് താമസിക്കുന്നത്. എങ്കിലും ചായലോടൊന്നും എന്താവശ്യമുണ്ടെങ്കിലും വരും. പക്ഷേ സജി വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, പക്ഷേ എല്ലാ ദിവസവും എനിക്കൊരു വേദവചനം അയച്ചു തരും. അത് നല്ല ഡിസൈൻ ചെയ്ത, അതായത് ഈ ഗ്രാഫിക്സ് അറിയാവുന്ന ആളുകൾ ഡിസൈൻ ചെയ്യുന്നതല്ലാണ്ട് സജി ചെയ്യുന്നതല്ല. സജിക്ക് ആരും അയച്ചു കൊടുക്കുന്നത് അതെനിക്ക് ഫോർവേഡ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഓരോ ദിവസത്തേക്കുള്ള എൻ്റെ ജീവിതത്തെ ഇത്രയും സ്പർശിച്ച വേദവാക്യങ്ങൾക്ക് ഇത്രയും പവറുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ദിവസങ്ങളാണ്. ഇന്നലെ എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാം, അലക്സച്ചനെയും ബിനോജനെയും ഞാൻ വണ്ടി ഒക്കെ കാണിക്കും. ഇന്നത്തെ എന്നോടുള്ള ദൂത്, ഞാൻ നമസ്കാരം കഴിഞ്ഞ് എന്നാൽ ആദ്യം നോക്കുന്നത് ആ സജിയുടെ പോസ്റ്റിങ്ങാണ്. അതിനകത്തൊരു മെസ്സേജ് കാണും. ഇന്ന് വരെ എനിക്ക് ബോധ്യമാണ് ദൈവം എന്നോട് നേരിട്ട് പറയുന്നത്. ഞാൻ ചില ദിവസങ്ങളിൽ അത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇത്രയും നീ എന്നോട് എന്തിനാണ് നേരിട്ട് സംസാരിക്കുന്നത്? ദൈവം നേരിട്ട് സംസാരിക്കാമെന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. അത് ശബ്ദത്തിലല്ല, അക്ഷരത്തിലൂടെ. ഓരോ ദിവസത്തിൽ അത്രയും റെലവൻ്റായ വാക്യങ്ങളാണ് എനിക്ക് അയച്ചു തരുന്നത്. സജിക്ക് അറിയത്തില്ല എൻ്റെ മാനസിക സ്ഥിതിയോ ഞാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ക്രൈസിസോ അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും സജിക്ക് അറിയത്തില്ല. സജി ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ല. അയാളെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഒക്കെയില്ല. ആരോ അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ എന്നോടുള്ള സന്ദേശം ഓരോ ദിവസവും അയച്ചു തരുന്നു. അത് വളരെ പവർഫുള്ളാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവവചനം ഇരുവായ്ത്തലയും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ആത്മീയ ശക്തി നേടണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിയണം. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വേദപുസ്തകം വായിക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. ഞാൻ എത്ര തവണ വേദപുസ്തകം വായിച്ച് തീർന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒന്നാം ഉൽപ്പത്തി തുടങ്ങും, പഴയ നിയമത്തിൽ നിന്ന് പ്രവാചകന്മാരുടേത് തുടങ്ങും, അത് കഴിഞ്ഞ് സുവിശേഷങ്ങളിൽ നിന്നൊരു അധ്യായം വായിക്കും, പിന്നെ അങ്ങനെ പോകും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്ര തവണ വായിച്ചു എന്ന് എനിക്കിതിനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാല് പിടിച്ച് പറയുക, വേദപുസ്തകം വായിക്കാത്ത ഒരു ദിവസം ഒരു ഓർത്തഡോക്സുകാരൻ ഉണ്ടാകരുത്. അത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അതിൻ്റെ ശക്തി എത്രയാണെന്നുള്ള. പുസ്തകം അല്ല, പരിശുദ്ധ റൂഹ എഴുതിയതാണ് അല്ലേ. നീതിമാന്മാരുടെ കൂടാരത്തിൽ എന്തുവാ, അതൊക്കെ അറിയാൻ കാര്യങ്ങൾ, അത് കാണാതെ പഠിച്ചുകൊണ്ടായില്ല. ഇപ്പം നിങ്ങളൊരു പ്രോമിസ് ചെയ്തേ, ഈ പള്ളിയിൽ എല്ലാവരും പ്രോമിസ് ചെയ്തേ, കയ്യുയർത്തി പറയണം, ഇന്ന് മുതൽ. കർത്താവേ, പറയത്തില്ലേ? കയ്യുയർത്തി പറ, ഇന്ന് മുതൽ തെറ്റാതെ മുടങ്ങാതെ വിശുദ്ധ വേദപുസ്തകം എല്ലാ ദിവസവും ഞാൻ വായിക്കും. ഇത് സത്യം. പരിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെ, കർത്താവിൻ്റെ മുമ്പാകെ പറഞ്ഞതാ, അപ്രൈമത്രാസൻ്റെ മുമ്പാകെ അല്ല. ഇതിൽ നിന്ന് തെറ്റിയാൽ ഞാനതിന് ഉത്തരവാദിയായിരിക്കുകയില്ല കേട്ടോ. നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല. നിങ്ങളെ തലമുറകളായി ദൈവം അനുഗ്രഹിക്കും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം, ദൈവവചനം എന്നും വായിക്കണം, മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കണം, സന്ധ്യയ്ക്കിൻ്റെ കാര്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദേഴ്സ്, അവർ എളുപ്പകാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മിടുക്കരായിട്ട് കാനഡയ്ക്ക് പോകണോ, യൂറോപ്പിൽ പോകണോ, അമേരിക്ക പോകണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ കൈതപ്പറമ്പിലൊന്നും ആർക്കും വലിയ കാശൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അവർ പ്രാർത്ഥിച്ചു, അത് ദൈവം കൈക്കൊണ്ടു. അതാണ്. അതുകൊണ്ട് ഏറ്റവും വലുത് അതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞാനും പ്രാർത്ഥിച്ചാൽ, ഈ യശമാർ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡയോസിസ് ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നത്. ഇത്രയും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഭദ്രാസനം തന്നെയല്ല, ഈ അടൂർ കടമനാട് ദേശം മുഴുവൻ അനുഗ്രഹീതരാകും കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല 10-20 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ, വലിയ പ്രതിസന്ധികളാണ്. അത് പേടിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട്. അതൊക്കെ മാറണമെങ്കിൽ മാറ്റമില്ലാത്ത
ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നണം. വചനത്തിൽ അങ്ങ് വേരൂന്നി നല്ലതുപോലെ താഴേക്ക് പോകുമ്പോഴേ നമുക്ക് മുകളിലേക്ക് ഒത്തിരി ഉയരാൻ സാധിക്കുകയുള്ളൂ. ഉയരാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിൽ ആഴത്തിലേക്ക് വേരിറക്കുക. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.